നമ്മൾ ജീവിതയാത്രയിൽ പല വേഷങ്ങൾ കെട്ടും. മകളുടെ, സഹോദരിയുടെ, കൂട്ടുകാരിയുടെ, ഭാര്യയുടെ, അമ്മയുടെ, അമ്മൂമ്മയുടെ, അങ്ങനെ പല വേഷങ്ങൾ. രംഗം മാറുന്നതനുസരിച്ച് വേഷങ്ങളും മാറും. ബന്ധുക്കളോ മിത്രങ്ങളോ ആരും നമ്മുടെ സ്വന്തമല്ല. അവരെല്ലാം അവരവരുടെ ശരികളിൽ ജീവിക്കുന്ന ആത്മാക്കളാണ്. ആ തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഒരു ബന്ധങ്ങളും ബന്ധനങ്ങളാകരുത്. എല്ലാ ബന്ധങ്ങളെയും നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കണം. ഡിറ്റാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ സ്നേഹിക്കാതിരിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ അവരെ സ്നേഹിക്കണം, അവർക്ക് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യണം, പക്ഷെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഡിറ്റാച്ച്മെൻറ്റ് മീൻസ് ലവ് വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്നാണ്. ഇതാണ് ഭഗവത്ഗീതയിലെ ആദ്യ അധ്യായമായ അർജുന വിഷാദ യോഗത്തിൽ പറയുന്നത്. ഈ ഒരു തത്വം മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതാണ്ട് 95% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഞാൻ ജയശ്രീ ശ്യാംലാൽ. അർജുനന്റെ അഭ്യർത്ഥന മാനിച്ച് വെള്ള കുതിരകളെ പൂട്ടിയ രഥം കൃഷ്ണൻ ഇരു സൈന്യത്തിന്റെ നടുവിൽ നിർത്തി. എതിർവശത്ത് നിൽക്കുന്നവരെ കണ്ടപ്പോൾ അർജുനന്റെ മനസ്സൊന്ന് പതറി. തന്നെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഊട്ടി വളർത്തിയ തൻ്റെ മുത്തച്ഛൻ പിതാമഹൻ ഭീഷ്മർ, തന്നെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ച ദ്രോണാചാര്യർ, കൃപാചാര്യർ, തൻ്റെ ഉറ്റ ബന്ധുക്കൾ, മിത്രങ്ങൾ, ഇവരെല്ലാം തൻ്റെ അധപ്പതനത്തിന്റെ ഊഴവും കാത്തു നിൽക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ ആ മനസ്സൊന്നുലഞ്ഞു. അധപ്പതനം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ജയിക്കണമെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നവരെ കൊല്ലണം, അല്ലെങ്കിൽ മരണതുല്യരാക്കണം. ഏതായാലും ആ അധപ്പതനത്തിന് ഊഴവും കാത്തു നിൽക്കുന്ന സജ്ജനങ്ങളാണ് എതിർവശത്ത് നിൽക്കുന്നത്. തൻ്റെ വശത്ത് നിൽക്കുന്നവരെ നോക്കിയപ്പോൾ തൻ്റെ സഹോദരങ്ങളും സഹോദരപുത്രന്മാരും തൻ്റെ പുത്രന്മാരുമെല്ലാം. യുദ്ധം ചെയ്താൽ ഇരുപക്ഷത്തുമുള്ളവർക്ക് വൻ നാശനഷ്ടം സംഭവിക്കും. അർജുനൻ ആകെ വിഷാദനായിട്ട് കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കൂ, ഈ സജ്ജനങ്ങളെയെല്ലാം കൊന്നൊടുക്കിയിട്ട് നമുക്ക് എന്ത് രാജ്യം, എന്ത് സുഖമാണ് കിട്ടുന്നത്? ആർക്കൊക്കെയാണോ സുഖവും സന്തോഷവും നൽകി രാജ്യം ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അവരാണ് ആയുധവുമേന്തി എന്നെ വധിക്കാൻ നിൽക്കുന്നത്. അസൂയ മൂത്ത് ബുദ്ധിഭ്രമം സംഭവിച്ച കൗരവർ കുലനാശം സംഭവിച്ചാലുള്ള ദോഷത്തെക്കുറിച്ചോ ബന്ധുമിത്രാദികളെ കൊന്നാലുള്ള പാപത്തെക്കുറിച്ചോ ചിന്തിച്ചില്ലെന്ന് വെച്ച് നമുക്കും അങ്ങനെ ആകാൻ പറ്റുമോ? കുലനാശം സംഭവിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കൂ കൃഷ്ണ. കുലനാശം സംഭവിച്ചാൽ നമ്മുടെ കുലം, സനാതനമായ കുലധർമ്മങ്ങളെല്ലാം നശിക്കും. കുലം നശിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ അധർമ്മമായിരിക്കും വിളയാടുന്നത്. അധർമ്മം വിളയാടുമ്പോൾ കുലം തന്നെ ദുഷിക്കും. ആദ്യം ദുഷിക്കുന്നത് സ്ത്രീകളായിരിക്കും. സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണസങ്കരമുണ്ടാകും. അവർ പിതൃക്കൾക്ക് പിണ്ടദാനം കൊടുക്കുകയോ ക്രിയ ചെയ്യുകയോ ചെയ്യുമോ? ഇങ്ങനെ ഇതൊന്നും കിട്ടാതെ നമ്മുടെ പിതൃക്കൾ, അവരുടെ ആത്മാക്കൾ നരകത്തിൽ ചെന്നു പെടുമെന്നല്ലേ നമ്മളെ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്? ഇതൊന്നും ചിന്തിക്കാതെ ഞാൻ എന്തിനാണ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് കൃഷ്ണ? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഗാന്ധീപം വില്ലും ഇവിടെ വെച്ച് ഞാൻ നിരായുധനായിട്ട് നിൽക്കുകയാണ്. അവരെന്നെ വന്ന് വധിച്ചു കൊള്ളട്ടെ. എൻ്റെ ഒരാളുടെ മരണം അനേകം പേരുടെ ജീവൻ രക്ഷിക്കുമെങ്കിൽ അതല്ലേ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അർജുനൻ ഗാന്ധീവം വില്ല് താഴെ വെച്ച് യുദ്ധക്കളത്തിൽ തളർന്നിരിക്കുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. യുദ്ധക്കളത്തിൽ നടക്കുന്ന കാഴ്ചകളെല്ലാം ദിവ്യദൃഷ്ടി കൊണ്ട് സഞ്ജയൻ കാണുന്നു. അതെല്ലാം ധൃതരാഷ്ട്രരോട് വിവരിക്കുന്നു. അതുവഴിയാണ് വായനക്കാരായ നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിലെ എല്ലാ വിവരങ്ങളും അറിയുന്നത്. നീതിയും ന്യായവും ധർമ്മവും വിട്ട് നമ്മൾ ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ എല്ലാം ഫലം പലിശ സഹിതം നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ഈ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. കുറച്ച് അധികാരമുള്ളൊരു ജോലിയാണ്. അവിടെ ഒരു വേക്കൻസി വന്നു. പലരും ഉദ്യോഗാർത്ഥികളായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. പരിചയസമ്പന്നരും യോഗ്യതയുള്ളവരും, അങ്ങനെ പല പല ഉദ്യോഗാർത്ഥികൾ. കൂട്ടത്തിൽ നമ്മുടെ ഒരു ബന്ധുവിൻ്റെയോ മിത്രത്തിൻ്റെയോ മകനോ മകളോ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ അവിടെ കുറച്ച് ഫേവറിസം കാണിച്ച് ബന്ധു നിയമനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ കർമ്മക്കണക്കുകൾ
ഏതെല്ലാം രീതിയിൽ തീർക്കേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കർമ്മക്കണക്ക് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആളെ നമ്മൾ നിരസിച്ചതിന് അയാളുടെ മനസ്സിൽ തോന്നിയ നിരാശയും വേദനയും അതൊരു കണക്കായിട്ട് വന്ന് ഭവിക്കും. രണ്ടാമത്തെ ചതി നമുക്ക് അന്നം തരുന്ന നമ്മുടെ സ്ഥാപനത്തിനോട് തന്നെയാണ്. നല്ല യോഗ്യതയുള്ള ഒരാൾ വരുമ്പോൾ നമ്മുടെ സ്ഥാപനം ഒരു പടി ഉയരുന്നതിന് പകരം അത്രയും യോഗ്യതയില്ലാത്ത ഒരാളെ നിയമിക്കുന്നത് വഴി സ്ഥാപനത്തിന്റെ വളർച്ച 2 പടി താഴേക്കാണെങ്കിലോ? സ്ഥാപനത്തിൽ നമ്മൾ ചതി ചെയ്യുമ്പോൾ അതിന്റെ കർമ്മക്കണക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ദിക്കിൽ നിന്നാണ് നമ്മൾക്ക് കർമ്മക്കണക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ഈ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള കർമ്മങ്ങളെ ചെയ്യുകയുള്ളൂ. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും നന്ദി, സ്നേഹം.